Welcome all, I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about the basic components of a network, that is events as well as activities. Also, we had discussed different classifications, different categories by which we are classifying events as well as activities. They are tail events, head events, predecessor event and successor event, whereas activities can be categorized as predecessor activity, successor activity as well as dummy activity. Today we are trying to discuss about the representation of activities as well as events in a network diagram. That is representation of activities and events in a network diagram, which is called the activity-event relationship. Activity-event relationship എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നമ്മൾ എപ്രകാരം ആക്ടിവിറ്റീസിനെയും ഇവൻസിനെയും ഇന്റർകണക്ട് ചെയ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ആ പ്രൊസീജിയർ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആക്ടിവിറ്റി-ഇവന്റ് റിലേഷൻഷിപ്പ്. നമുക്ക് ബേസിക് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡയഗ്രാമായിട്ട് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ആക്ട് എന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ ഇവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് സർക്കിൾസ് അല്ലെങ്കിൽ നോട്ട്സ് ഉപയോഗിച്ചാണ്. നോട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത് സർക്കിൾ തന്നെ, ഒരു പോയിന്റ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് ഓടുണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കിൾസ് ഉപയോഗിച്ചാണ്. വേറെ ആക്ടിവിറ്റീസിനെ റെപ്രസെന്റ് ബൈ മീൻസ് ഓഫ് ആരോസ് ഉപയോഗിച്ചാണ്. സോ ഇവിടെ ഈ ആരോ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു ആക്ടിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു. വേറെ ഈ ഐ എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ്, ജെ എന്ന് പറയുന്ന ഒരു ഇവന്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റഡ് നെറ്റ്വർക്കിന്റെ ഫോമാണ്. Here I and J are events, whereas they are connected by means of an activity. ഇവിടെ ഈ ആക്ടിവിറ്റിയുടെ ടെയിൽ കിടക്കുന്ന ഇവന്റ് is called the tail event of the activity, whereas the event J is called the head event of the activity. ഇനി നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ഇവന്റിലേക്ക് റിലേഷൻഷിപ്പ്, ആക്ടിവിറ്റി ഇവന്റ് റിലേഷൻഷിപ്പ് ആ പ്രൊജക്റ്റിലേക്കാണ് നമ്മൾ, ആ പ്രൊജക്ട് ഡയഗ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് ഇവിടെ കുറച്ചുകൂടെ അധികം നോട്ട്സും സർക്കിൾസും ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, 1, 2, 3, 4, 5 ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഡമ്മി ആക്ടിവിറ്റിയാണ്. സോ ഫസ്റ്റ് ഇവന്റിൽ നിന്നും സെക്കൻഡ് ഇവന്റിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ നോട്ട്സിന് വെച്ച് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ആ ഇവന്റിൻ്റെയൊക്കെ നമ്പറിങ്ങിന് ഒരു റൂൾസ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, അത് മാർക്ക് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോഡിൽ നിന്നും സെക്കൻഡ് ഉള്ളത്, അപ്പോൾ ഈ ഫസ്റ്റ് ആക്ടിവിറ്റിയെ സംബന്ധിച്ച് ടെയിൽ ഇവന്റിൽ നിന്നും ഹെഡ് ഇവന്റിലേക്ക് മൂവ് ചെയ്യുന്നു. അവിടുത്തെ ഹെഡ് ഇവന്റ് ആണ് തൊട്ടടുത്ത ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ അടുത്ത രണ്ട് നോട്ട്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, എഗെയിൻ അടുത്ത രണ്ട് നോഡുകൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, എഗെയിൻ താഴേക്ക് ഈ നോഡും മറ്റൊരു നോഡും കണക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. ഇനി ഈ രണ്ട് ആക്ടിവിറ്റീസും ഒരുമിച്ച് ക്യാരി വിട്ടാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, ഈ അടുത്ത ഇവന്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ നോഡിന് ശേഷം അടുത്ത നോഡ് എത്തിച്ചേരാനായിട്ട് ഈ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യണം. സോ ഈ ആക്ടിവിറ്റിയുടെ ടൈം ഡ്യൂറേഷൻ എടുക്കുന്ന അത്രയും സമയത്തിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ എക്സ്ട്രാ എടുക്കുന്ന ടൈം നമ്മൾ എന്തൊരു ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും, ഡമ്മി ആക്ടിവിറ്റി എന്ന പേരിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ അതാണ് ആക്ടിവിറ്റി നോഡ് റിലേഷൻഷിപ്പിൽ, ഈ ആക്ടിവിറ്റി ഇവന്റ് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ വായിക്കുന്ന രണ്ട് ഡയഗ്രാംസ് ആണ് ജസ്റ്റ് റെപ്രസെന്റേഷൻ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ എന്തിലേക്ക് പോകുന്നു, നെറ്റ്വർക്ക് ഡയഗ്രത്തിലേക്ക് പോകുന്നു. ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ഒരു നെറ്റ്വർക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ബൈ യൂസിങ് ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് ഇവന്റ്സ്, ആക്ടിവിറ്റീസിനെയും ഇവന്റ്സിനെയും ഉപയോഗിച്ച് ഒരു നെറ്റ്വർക്ക് ആയിട്ടുള്ള ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആക്കി എന്തിനെ മാറ്റുന്നു, പ്രൊജക്റ്റിനെ മാറ്റുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. സോ ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് നമ്മൾ ആക്ടിവിറ്റീസിനെ നമ്മൾ ആരോസ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഇവന്റ്സിനെ ബൈ മീൻസ് ഓഫ് സർക്കിൾസ് അല്ലെങ്കിൽ നോട്ട്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. So based on activities and events, this network diagrams can be classified into two. രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് ഡയഗ്രാംസ് ഉണ്ട് ആക്ടിവിറ്റീസിന്റെയും ഇവന്റ്സിന്റെയും ബേസിസിൽ. ഫസ്റ്റ് വൺ ഈസ് ആക്ടിവിറ്റി ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാം and the second one is event oriented network diagram. അപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രത്തെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ആക്ടിവിറ്റീസ് ആൻഡ് ഇവന്റ്സ്, ആക്ടിവിറ്റി ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാംസ് എന്നും ഇവന്റ് ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാംസ് എന്നും. ഫസ്റ്റ് വൺ ഈസ് ആക്ടിവിറ്റി ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാം. ആക്ടിവിറ്റി ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രത്തിന്റെ മറ്റൊരു പേരാണ് CPM ഓർ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അഥവാ നമുക്ക് തിരിച്ചു പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ആ ടൂൾ, നെറ്റ്വർക്ക് അനാലിസിസിന്റെ ആ ടൂള് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്ത കണക്ക് തന്നെ ആ പ്രൊജക്റ്റിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയും അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. സോ
അവിടെ നടക്കുന്ന ഒരു പ്രൊജക്റ്റിനകത്ത് ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുകയും അതുവഴി ആ പ്രൊജക്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും കൺട്രോളിങ്ങും നടന്നു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്ലാനിങ് നെറ്റ്വർക്ക് അനാലിസിസ് വിളിക്കുന്നത് എന്ത് CPM അഥവാ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇവിടെ നമ്മൾ ആക്ടിവിറ്റീസിനെ ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയും ആ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുക, ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെട്ട ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ആക്ടിവിറ്റി ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാം, ഓർ ഇറ്റ് ഇസ് കോൾഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ടൂൾ CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇനി എന്തുണ്ട്, ഇവന്റ് ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാം ഉണ്ട്. അപ്പോൾ നേരത്തെ ഇതുകൊണ്ട് തന്നെ ഇവൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആ തരത്തിലുള്ള നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇവന്റ് ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇവന്റ് ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാംസ് ഉപയോഗിച്ചാണ് നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, PERT അഥവാ ടൂൾ നമ്മൾ വിളിക്കുന്ന പേരാണ് PERT അഥവാ പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. സോ നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് ഡയഗ്രാംസ് എന്താണെന്ന് പറഞ്ഞു. നെറ്റ്വർക്ക് ഡയഗ്രാംസ് രണ്ട് രീതിയിലുണ്ട്. CPM ആക്ടിവിറ്റി ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാമും ഉണ്ട്, ഇവന്റ് ഓറിയന്റഡ് നെറ്റ്വർക്ക് ഡയഗ്രാംസും ഉണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാംസ് ആയിട്ടുള്ള പറഞ്ഞു. ഇന്ന് നമ്മൾ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ നെറ്റ്വർക്ക് ഡയഗ്രാമത്തിലേക്കാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സോ ദ റൂൾസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാം. ഫസ്റ്റ് റൂൾ ഈസ് each activity is represented by one and only one arrow in a network. ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ഒരേ ഒരു ആരോ ഉപയോഗിച്ച് വേണം മാത്രം എന്ത് ചെയ്യാനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് ഈച്ച് ആക്ടിവിറ്റി ഈസ് റെപ്രസെൻറ്റ് ബൈ വൺ ആൻഡ് ഓൺലി വൺ ആരോ. ഒരു ആക്ടിവിറ്റിക്ക് ഒരു ആരോ. പിന്നെ നെറ്റ്വർക്ക്. Second rule is no two activities can be identified by the same head and tail events. ഒന്നിൽ കൂടുതൽ ആരോസിന് എന്തുണ്ടാവാൻ പാടില്ല, സെയിം ഹെഡും സെയിം ടെയിലും ഉണ്ടാവാൻ പാടില്ല. അതാ പറഞ്ഞിരിക്കുന്നത് no two activities can be identified by the same head and tail events. Third one is except for the nodes at the beginning and at the end, every nodes must have at least one activity preceding it and at least one following it. എന്താണ്, except for the nodes at the beginning and at the end. തുടക്കത്തിലെ നോഡിനും അവസാനത്തെ നോഡിനും അല്ലാതെ, except for the nodes at the beginning and at the end, every nodes must have at least one activity preceding it and at least one following it. തുടക്കത്തിലും അവസാനത്തെ നോഡിനും ഒഴിച്ച് ബാക്കി എല്ലാ നോഡ്സിനും കുറഞ്ഞത് ഒരു ആക്ടിവിറ്റി എങ്കിലും കാണണം. such that at least one activity preceding it and at least one ആക്ടിവിറ്റി ഫോളോയിങ് ഇറ്റ്. അപ്പോൾ ബിഗിനിങ് നോഡിനും എൻഡിങ് നോഡിനും ഒഴിച്ചു ബാക്കി എല്ലാ നോഡ്സിനെയും പ്രിസീഡ് ചെയ്തുകൊണ്ടും ഫോളോ ചെയ്തുകൊണ്ടും എന്തുണ്ടാവണം, ആക്ടിവിറ്റീസിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് only one activity may connect any two nodes. ഏതെങ്കിലും രണ്ട് നോഡ്സിനെ കണക്ട് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ടാകാൻ പാടില്ല. ഒരേ നോഡ്സിനെ കണക്ട് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസിൻ്റെ പ്രസൻസ് ഉണ്ടാവരുത്. സോ ഇത്രയാണ് റൂൾസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാം. ഇനി ഇവൻസിൻ്റെ നമ്പറിങ്, ഓരോ ഇവൻറ്റിനെയും നമ്മൾ നമ്പർ ചെയ്യുന്ന നമ്പറിങ്ങിന് ആ ഓർഡറുണ്ട്, എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇവൻസിനെ നമ്പർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് ഫൾക്കേഴ്സൺസ് റൂൾ. ആ റൂൾസിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഇനിഷ്യൽ ഇവൻറ്റ് ഓഫ് ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് നമ്പേർഡ് 1. ഒരു നെറ്റ്വർക്ക് ഡയഗ്രാമത്തിൻ്റെ ഇനിഷ്യൽ ഇവൻറ്റ്, ഏറ്റവും ബേസിക് ഇവൻറ്റ്, ഇപ്പോൾ ഇത് നെറ്റ്വർക്ക് ഡയഗ്രാം ആണെങ്കിൽ ഏറ്റവും ബേസിക് ഇവൻറ്റ് നമ്മൾ എന്ത് കൊടുക്കും, 1 എന്ന് കൊടുക്കും. The arrows emerging from the event 1 and those arrows end in the new events are considered. Treat them as initial events and number them as 2, 3, 4, etc. അതായത് ഫസ്റ്റ് ഇനിഷ്യൽ ഇവൻറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന ആരോസ് കൺസിഡർ ചെയ്യുന്നു. അത് എവിടെ വന്ന് എൻഡ് ചെയ്യുന്നു നോക്കുക. ആ ഇവൻറ്റുകളെ കൺസിഡർ ചെയ്തതിന് ശേഷം അതിനെ ഓർഡറായിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് 2, 3, 4 എന്ന നമ്പറിങ് നമ്മൾ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ സംബന്ധിച്ച് ഇനിഷ്യൽ ഇവൻറ്റ് നമ്മൾ 1 എന്ന് കൊടുത്തു. ആ 1 എന്ന് പറയുന്ന ഇവൻറ്റിൽ നിന്നും ഒരു ആക്ടിവിറ്റി പുറപ്പെട്ടു. ആ ആരോ വന്ന് എൻഡ് ചെയ്ത ഇവൻ്റ് ഏതാണ്, അടുത്ത ഇവൻ്റ്, അത് നമ്മൾ എന്ന് കൊടുത്തു, 2 എന്ന് കൊടുത്തു. ആ 2 എന്ന് പറയുന്ന ഇവൻറ്റിൽ നിന്നും എമർജ് ചെയ്യപ്പെട്ട 2 ആരോസ് ഉണ്ടായിരുന്നു.
രണ്ട് ആരോസ്. ആ രണ്ട് ആരോസ് വന്ന് എൻഡ് ചെയ്യുന്ന രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് മുകളിലും താഴേക്ക് ഓർഡറിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ആ ഓർഡറിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ആ നെറ്റ്വർക്ക് ഡയഗ്രത്തെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആക്ച്വലി ആ ഓർഡറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഓർഡർ നമുക്ക് ഏത് രീതി വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഈ ഒരേ ഇവന്റിൽ നിന്നും ഒന്നിൽ കൂടുതൽ ആരോസ് വരികയും അത് അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് വരും, ആ ഒരേ ഇവന്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇവന്റ്സിന്റെ പ്രസൻസ് ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അപ്പോൾ ആ ഇവന്റ്സിന് ഒരേ ലൈനിൽ ഒരേ ഒരേ ലൈനിൽ ഒന്നിൽ കൂടുതൽ ഇവന്റ്സിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ ആ ഇവന്റ്സിന്റെ നമ്പറിങ് അത് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മളുടെ കൺവീനിയൻസ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. സാധാരണ നമ്പർ ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ടോപ്പ് ടു ബോട്ടം നമ്പർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് വേറെ രീതിയിൽ നമ്പറിങ് ചെയ്ത് കഴിഞ്ഞാൽ, വേറെ രീതിയിൽ നമ്മൾ നമ്പറിങ് പോസിബിൾ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിട്ട് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്പറിങ് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. ടോപ്പ് ടു ബോട്ടം അല്ലാതെ ബോട്ടം ടു ടോപ്പ് നമുക്ക് എന്ത് കൊടുക്കാം, നമ്പറിങ് കൊടുക്കാം. അല്ലെങ്കിൽ ഷഫിൾ ചെയ്ത് നമുക്ക് എന്ത് കൊടുക്കാം, നമ്പറിങ് കൊടുക്കാം, കുഴപ്പമില്ല. സോ ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു 1 കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് 3 4. നെക്സ്റ്റ് വൺ തേർഡ് ഇവന്റിൽ നിന്നും ഫോർത്ത് ഇവന്റിൽ നിന്നും വരുന്ന ആരോസ് ഒറ്റ ഇവന്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇവന്റ് ഈസ് റെപ്രസെന്റഡ് ആസ് 5, then 6 and so on. Again the third step is from these new initial events arrows emerge which ends in the new events. അപ്പോൾ ഇവിടെ നമ്മളൊരു ഈ ഫസ്റ്റ് ഇനിഷ്യൽ ഇവന്റിൽ നിന്ന് സെക്കൻഡ് ഇവന്റിലെത്തി. ഇനി അടുത്ത ആരോസ് എമർജ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ ഈ ആരോസ് എമർജ് ചെയ്യുന്നത്, സെക്കൻഡ് സ്റ്റെപ്പിൽ എവിടെ നിന്നാണോ ഈ ആരോസ് എമർജ് ചെയ്യുന്നത് ആ ആരോസ് എന്തായിട്ട് എടുക്കണം, ഇനിഷ്യൽ ഇവന്റ്സ് ആയിട്ട്. ആ ഇവന്റ് നമ്മൾ എന്തായിട്ട് എടുക്കണം, ഇനിഷ്യൽ ഇവന്റ് എടുക്കുകയും അവിടെ നിന്ന് എമർജ് ചെയ്യുന്ന ആരോസിന് അല്ലെങ്കിൽ ആ ആരോസ് എത്തിച്ചേരുന്ന ഇവന്റ്സിന് ഫൈനൽ ഇവന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് ബാക്കിയുള്ള നമ്പറിങ് കൊടുക്കുകയും വേണം. ദാറ്റ് ഈസ് ദേ must be treated as the new initial events and number them as 5. അതായത് വേറൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഒരു നമ്പറിങ് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ 1 2 3 4 നമ്പറിങ് നമുക്കറിയാമല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ചെയ്ത് പോകണം. അപ്പം നെറ്റ്വർക്ക് ഡയഗ്രത്തിന്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ആ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ നമ്പറിങ് നമുക്ക് വേണമെങ്കിൽ മാറ്റി മറിച്ചും കൊടുക്കാൻ കുഴപ്പമില്ല. ബേസിക് ആയിട്ട് ആ ഫൾക്കേഴ്സൺസ് റൂള് പറയുന്നത് ഇത്രയാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതങ്ങ് പറഞ്ഞു നിർത്തുന്നു. And fourth step is follow step 3 until last event which has no emerging arrows. എവിടെ വരെ പോകണം, ഇനി എമർജിങ് ആരോസ് ഒന്നും ഇല്ല, കംപ്ലീഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഇവന്റ് എത്തുന്നിടം വരെ ഈ 3 സ്റ്റെപ്പ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3 എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് സിംപ്ലിഫൈഡ് വേർഷൻ റെപ്രസെന്റേഷൻ എപ്പോഴാണെന്ന് റൂൾസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാം ആസ് വെൽ ആസ് ഫൾക്കേഴ്സൺസ് റൂൾ നമ്മൾ പഠിച്ച് നിർത്തിയത്. സോ ഇന്ന് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി ഹോം അസൈൻമെന്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.